ഇനി നമുക്കൊരു മാങ്ങയിട്ട് അയിലക്കറിയുടെ റെസിപ്പി ആയാലോ. അപ്പോൾ അതിനാവശ്യമായിട്ട് അത്യാവശ്യം പുളിയുള്ള 2 മാങ്ങ, ഇഞ്ചി, കുറച്ച് ചെറിയ ഉള്ളിയും ഒരു വേപ്പിലയും നമുക്ക് തയ്യാറാക്കി വയ്ക്കാം. ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് 2 പിടി തേങ്ങയിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ മുളക് പൊടിയും കുറച്ച് വെള്ളവും ചേർത്തിട്ട് നല്ലോണം ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കാം. ഈ അരപ്പ് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടിയിലേക്ക് ഈ അരപ്പിട്ട് പാകത്തിനുപ്പും 2 അതിൽ കറിവേപ്പിലയും ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അരപ്പ് തിളച്ച് പച്ചമണം മാറുമ്പോൾ നമുക്ക് നമ്മുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങയും ചെറിയുള്ളിയും പച്ചമുളകും ഇഞ്ചിയും വേപ്പിലയൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ മാങ്ങയൊന്ന് വേവുന്നത് വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ മാങ്ങ നല്ലോണം വെന്തതിന് ശേഷം നമുക്ക് നമ്മുടെ അയില കഷ്ണങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോവാതെ ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും ഒരു ചെറിയ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് ഉലുവ, കടുക്, ചുവന്നുള്ളി, വേപ്പില എല്ലാം ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് ഇളക്കിയതിന് ശേഷം ഇത് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഒഴിച്ചാൽ നമ്മുടെ അയിലയും മാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉച്ചയൂണിന് നല്ല ചൂട് ചോറും പിന്നെ നമ്മുടെ ഈ അയിലക്കറിയും 2 ചാള വറുത്തത് കൊണ്ട് ഉണ്ടെങ്കിൽ ഉഷാറാണല്ലേ. ഇതിങ്ങനെ നനക്കാണ്ട് വെച്ച് കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ എണ്ണ തെളിയുമ്പോഴാണ് ഇതിന് കൂടുതൽ സ്വാദുണ്ടാവുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം.